RSSകാരനായ അർലേക്കർക്കും ഒപ്പം RSSന്റെ പ്രിയ ചങ്ങാതി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഏത് വി ഡി സതീശൻ? ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. വി ഡി സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. SFIക്കാരാണ് ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത്. ബ്ലഡി റാസ്കൽസ് എന്നയാൾ വിളിച്ചു. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി ഡി സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ യെസ്, വി ആർ ഗുണ്ടാസ്. ഞങ്ങൾ RSSനെതിരായിട്ടാണ് പോരാട്ടം നയിക്കുന്നത്. ഞങ്ങളുടെ പോരാട്ടം ഈ കേരളത്തിലെ മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഞങ്ങളെ എന്തൊക്കെ വിളിച്ചാക്ഷേപിച്ചാലും ഒരിഞ്ച് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആർലേക്കർ ഈ കേരളത്തിലെ ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് പോയപ്പോ പറഞ്ഞത്, ഞങ്ങളൊരു പോസ്റ്ററാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എന്നൊരു മുദ്രാവാക്യം SFIക്കാരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബാനറിൽ എഴുതി വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് സവർക്കർ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല എന്നാണ്. അപ്പോ SFI പ്രതികരിച്ചു, ആരാണ് സവർക്കർ എന്ന് കേരളത്തിലെ മുഴുവൻ അക്ഷരം പഠിക്കുന്നവർക്കും അറിയാം. ഇവിടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഞാനിലേക്ക് കടക്കുന്നില്ല. ആ സവർക്കറെ ഞങ്ങൾ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ വർഗീയവാദി എന്ന് തന്നെ വിളിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച SFIക്കാരന് വി ഡി സതീശന്റെ പേര് ഗുണ്ട എന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് രാജേന്ദ്ര ആർലേക്കർ ചെയ്തതെന്താ? RSSന്റെ ഏത് ചിഹ്നം? വി ഡി സതീശൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഇതേ ചിഹ്നവും എടുത്ത് കേരളത്തിൽ തെക്കോടെ കടക്കാൻ തുടങ്ങി. അപ്പൊ SFI പറഞ്ഞു, ഇത് RSSന്റെ ചിഹ്നമാണ്. ഏതെങ്കിലും ഒരു മതവുമായി നിങ്ങളെ ചിഹ്നത്തെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇത് RSSന്റെ ചിഹ്നമാണ്. വി ഡി സവർക്കർ തയ്യാറാക്കിയ ചിഹ്നമാണ്. ഈ ചിഹ്നം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ചിഹ്നമാണ്. അങ്ങനെ RSSന്റെ ചിഹ്നത്തെ, ഏത് ചിഹ്നത്തെ? മനുഷ്യനെ തല്ലിക്കൊല്ലാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ, മനുഷ്യനെ വിഭജിക്കാൻ RSS ഉപയോഗിക്കുന്ന ചിഹ്നത്തെ RSS പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാജേന്ദ്ര ആർലേക്കർ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് പൊക്കിയെടുത്തുകൊണ്ടുവന്ന ഈ ചിത്രത്തെ വലിച്ചു കീറി ഈ കേരളത്തിലേക്ക് പറത്തിയ SFIക്കാരനെ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, നിങ്ങൾ ഗുണ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ ആ ഗുണ്ട ഈ കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിലെ സെനറ്റുകളിലേക്ക്, ഏത് സെനറ്റുകളിലേക്ക്? നിയമപരമായി അർഹതപ്പെട്ടവർ ജയിച്ചു വരേണ്ട സെനറ്റുകളിലേക്ക് പിൻവാതിലൂടെ, ബാക്ക്ഡോറിലൂടെ, ആകാശത്തൂടെ ഓടിപൊളിച്ച് RSSകാരെ അകത്ത് കയറ്റി ഇരുത്താൻ കേരളത്തിലെ ചാൻസലർമാരും വൈസ് ചാൻസലർമാരും ശ്രമിച്ചപ്പോ അതിനെ എതിർത്ത SFIക്കാരൻ വി ഡി സതീശന്റെ ഭാഷയിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ അതെ, ഞങ്ങൾ SFIക്കാർ പുറംവാതിലൂടെ കയറ്റുന്ന BJPക്കാർക്കെതിരെയുള്ള ഗുണ്ടയാണ് എന്ന് പറയാൻ എനിക്കൊരു അപമാനവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ സർവകലാശാലകളെ ഒരു കാരണവശാലും കൈപ്പിടിയിലാക്കാൻ കഴിയാത്ത RSSന് വൈസ് ചാൻസലർമാരെ ഉപയോഗപ്പെടുത്തി ആ സർവകലാശാലകളിലേക്ക്, ഈ കേരളത്തിലെ സർവകലാശാലകളെ പിടിച്ചടക്കാൻ കഴിയുമാറ് RSSകാരെ വിന്യസിച്ചപ്പോ ആ ഓരോ വൈസ് ചാൻസലറെയും ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലെ സമരങ്ങളുടെ പ്രതികരിച്ച പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ, ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഗുണ്ടയാണെങ്കിൽ ഇനിയും ഈ RSSകാർ നിയമിച്ച വൈസ് ചാൻസലർമാരെ സന്ധിയില്ലാതെ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങൾ SFIക്കാർ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്.
ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി, ഏത് കസേര? എന്നും രാവിലെ എണീക്കുമ്പോ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ്. ആര്? ഈ RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്കെത്തിക്കുന്ന മനുഷ്യൻ. ആ സ്വപ്നം, ഏത് സ്വപ്നം? ഒരു കസേര. ഏത് കസേര? കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര. ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSSന് പാദചേവ ചെയ്യുന്നയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഇന്നലെ മാറി, ഇനിയെങ്കിലും മാറരുത് എന്ന് SFIക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ RSSകാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ, ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ആക്രമിച്ചോ, ഞങ്ങളെ അധിക്ഷേപിച്ചോ, പക്ഷേ ഞങ്ങൾ RSSനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റുകൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവ് ചെയ്ത് അങ്ങ് തയ്യാറാവരുത്. ഞങ്ങൾ അങ്ങേ ഉപദേശിക്കാനൊന്നും ആളല്ല, പക്ഷേ അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ്. KSU കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ആ പോസ്റ്റർ വേറൊന്നുമായിരുന്നില്ല, ഗവർണർ പോരാണ്. എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് RSS എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുറപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ KSUവിനെ അംഗീകരിക്കുമായിരുന്നു. കേരളത്തിലെ ഗവർണർ RSSകാരനാണ് എന്നൊന്ന് തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത, മുട്ടിടിക്കുന്ന ഒരൊറ്റ KSUകാരൻ ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ പറ്റി മിണ്ടിപ്പോകരുത്. ഈ പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും. ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഞങ്ങളാരും അളലോടുകാരൊന്നുമല്ല, വലിയ മസിൽമാന്മാരല്ല. ഞങ്ങളാരും ജിമ്മിലൊന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും പെരുപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഇനി മുഴുവൻ ശക്തിയുമെടുത്ത് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ, നീ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെയെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും. ഈ ബാരിക്കേഡ് എന്തിനാ വർദ്ധിച്ചെന്നറിയോ? ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ. രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പോൾ SFI തീരുമാനിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കാണിച്ചു. ഈ സമരം ഐതിഹാസികമായി നാം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് RSSനെതിരായ യുദ്ധമാണ്. ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ്. ഇത് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം കേരളത്തിലെ SFI സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കുക ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ.